ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ദാ നമ്മളിന്ന് നല്ല അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും ഒരു വലിയ സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് പീസാക്കി അരിഞ്ഞു വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം വഴറ്റണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ റെസിപ്പികൾ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റുവാണ്. ഭയങ്കരമായിട്ട് അങ്ങ് വഴന്ന് പോകുമൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സവാള ഒന്ന് വഴന്നതിന് ശേഷമാണ് നമ്മളിതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ഇട്ട് ഒരുപോലെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നമ്മളിത് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദോശ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. ദോശയുടെ കൂടെ നമ്മൾ അരിയാസിന്നും ഒക്കെ കഴിക്കുമ്പോൾ ഇതുപോലത്തെ ചട്നി കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്ന ഒരു 4 മണി സ്നാക്കിൻ്റെ കൂടെയാണ്. അപ്പം നിങ്ങൾ ഇത് ചട്നിയുടെ കൂടെയും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.